ആദ്യ ടേമിലെ പോലെ സമാധാനപ്രിയനായ പ്രസിഡന്റ് ആയിരിക്കില്ല രണ്ടാമത്തെ ടേമിൽ താനെന്ന് ട്രംപ് തെളിയിച്ചു. കഴിഞ്ഞ ദിവസം ഇന്ത്യക്കും കാനഡയ്ക്കുമൊക്കെ ശക്തമായ മുന്നറിയിപ്പുമായി ട്രംപ് വന്നിരുന്നു. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് കാനഡയെ ഇപ്പോൾ ചുറ്റിപ്പറ്റി സഞ്ചരിക്കുകയാണ്. കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാക്കണമെന്നാണ് ഒടുവിൽ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അമേരിക്കയുടെ 51ാമത് സംസ്ഥാനമാകുന്നത് മികച്ച ആശയമാണെന്നാണ് ട്രംപ് പറയുന്നത്. കനേഡിയൻ പൗരന്മാരിൽ കൂടുതലും കാനഡ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാകണമെന്ന അഭിപ്രായക്കാരാണെന്ന് ട്രംപ് പറഞ്ഞു. അതൊരു മികച്ച ആശയമാണെന്നും ട്രംപ് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ പല കാര്യങ്ങളിലും അവർക്ക് ചെലവ് ഭീമമായി കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെയാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. ട്രംപ് ഇത്തരമൊരു ആവശ്യം പരസ്യമായി ഉന്നയിക്കുന്നത് ആദ്യമായല്ല. എന്നാൽ അതിർത്തിയിലെ പ്രശ്നങ്ങളും മയക്കുമരുന്ന് കടത്തും ഉൾപ്പെടെ കാനഡയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അഭിപ്രായ പ്രകടനത്തിന് പുതിയ മാനം കൈവരിച്ചിരിക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയെ കാനഡയുടെ ഗവർണർ എന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ട്രംപ് ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ട്രംപിനെ ട്രൂഡോ സന്ദർശിക്കുകയും ഒന്നിച്ച് ആഹാരം കഴിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ട്രൂഡോയെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത്. കഴിഞ്ഞ ദിവസം ഗ്രേറ്റ് സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ ജസ്റ്റിൻ ട്രൂഡോയ്ക്കൊപ്പം അത്താഴം കഴിച്ചത് സന്തോഷകരമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. താരിഫുകളും വ്യാപാരവും സംബന്ധിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ നടന്നു. ചർച്ചകൾ തുടരാൻ ഗവർണറെ വീണ്ടും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഫലങ്ങൾ എല്ലാവരെയും അതിശയിപ്പിക്കുന്നതായിരിക്കും എന്നാണ് ട്രംപ് കുറിച്ചത്. കാനഡയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റവും മയക്കുമരുന്ന് കടത്തും തടയാനുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ 25% താരിഫ് ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു മുമ്പ്. അത്തരമൊരു തീരുമാനമെടുത്താൽ കാനഡ തകരുമെന്ന് ട്രൂഡോ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ ഒരു സംസ്ഥാനമാക്കൂ കാനഡയെ എന്ന് ട്രംപ് സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് കാനഡ അമേരിക്കയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയാൻ തുടങ്ങിയത്. അടുത്തിടെ നടന്ന ഒരു പൊതുജനാഭിപ്രായ സർവേയിൽ പങ്കെടുത്ത 13% കാനഡക്കാരും രാജ്യം അമേരിക്കയോട് ചേർക്കുന്നത് നന്നായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതും ട്രംപിന് ഊർജം നൽകി എന്നാണ് കരുതുന്നത്. ട്രൂഡോയുടെ കടുത്ത വിമർശകനായ ഇലോൺ മസ്ക് ട്രംപിന്റെ അടുപ്പക്കാരനാണ്. ട്രൂഡോ ഭരണത്തിന്റെ അവസാനമടുത്തു എന്ന നിലയിൽ മസ്ക് അടുത്തിടെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ട്രംപിന്റെ പരാമർശത്തെ അങ്ങേയറ്റത്തെ അപമാനമായാണ് കാനഡ കണക്കാക്കുന്നത്. ഇത് തമാശയല്ല, അപമാനമാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി കൂടിയാണ് ഇത് എന്നാണ് കനേഡിയൻ അധികൃതർ പറയുന്നത്. എന്നാൽ ബലം പ്രയോഗിച്ച് കാനഡയെ അമേരിക്കയോട് ചേർക്കുന്നത് അത്ര എളുപ്പമല്ല എന്നാണ് കാനഡയുടെ വിദേശകാര്യ വിദഗ്ധർ പറയുന്നത്. എന്തായാലും കാനഡയെ കൂട്ടിച്ചേർക്കാൻ, പിടിച്ചെടുക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. ട്രംപ് തനിക്കോണം കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യ ടൈമിൽ വളരെ സമാധാനത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ട്രംപ് ഇപ്പോൾ തീവ്ര നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. നോർത്ത് കൊറിയയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങൾ കയ്യടി നേടിയിരുന്നു. ആദ്യം പ്രസിഡന്റായപ്പോൾ ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ ചർച്ച നടത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. എന്നാൽ ഇപ്പോൾ ട്രംപ് തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തിരിക്കുന്നു. അമേരിക്കക്കാർ ആഗ്രഹിക്കുന്നത് പറഞ്ഞ് അമേരിക്കക്കാരെ കയ്യിലെടുക്കുക എന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ നയം. ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ സംസാരിക്കുന്നത്. കാനഡ ഇതിൽ അങ്ങേയറ്റം അമർഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ഗൗരവമുള്ളതും അപലനീയവുമാണ് ട്രംപിന്റെ പ്രസ്താവന എന്നാണ് കാനഡ പറയുന്നത്. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കണമെന്ന് ട്രംപ് പറയുമ്പോൾ കാനഡയെ പിടിച്ചെടുക്കാൻ അമേരിക്ക തയ്യാറായി കഴിഞ്ഞു എന്ന് വ്യക്തം. എന്നാൽ അത് പെട്ടെന്നൊന്നും നടക്കില്ല. കാനഡയിലും ഉണ്ട് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന തലമുറ.
അമേരിക്ക തൊട്ടടുത്ത അയൽ രാജ്യങ്ങളെ വിഴുങ്ങാനുള്ള ഒരു ശ്രമം പലപ്പോഴും നടത്തുന്നുണ്ട്. ക്യൂബയെ വിഴുങ്ങാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോ കാനഡയ്ക്ക് മേൽ കയറി കുതിര കളിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയും ശക്തമായി വിമർശിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധമാണ് ഇതിന് കാരണം. ഇങ്ങനെ തന്റെ കൂടെ തന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ ശക്തമായി വിമർശിക്കുക, അവർക്ക് മേൽ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുക എന്നതാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ വിനോദം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് തന്നെ തനി കോണം കാണിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാനഡ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു രാജ്യമാണ്. അവരെ പിടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അത് അമേരിക്കയുടെ ഒരു വികാരവും കൂടിയാണ്. കാരണം കാനഡയിൽ അമേരിക്കയെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട്. അമേരിക്കയിൽ കാനഡക്കാര് ഒരുപാട് പേരുണ്ട്. ഈ സാഹചര്യത്തിൽ 51ാം സംസ്ഥാനമാക്കി കാനഡയെ മാറ്റുമെന്ന് ട്രംപ് പറയുമ്പോൾ ലോകം വീണ്ടും യുദ്ധഭീതിയിലേക്ക് പോകുന്നു. കാനഡയെ വളഞ്ഞിട്ട് പിടിച്ച് തന്റെ അമേരിക്കയോട് ചേർക്കാൻ ശ്രമിച്ചാൽ കാനഡയ്ക്കും പ്രതിരോധിക്കാനുള്ള വകുപ്പുകളുണ്ട്. അവരും പ്രതിരോധിക്കും. സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന ജനങ്ങൾ എവിടെയും പ്രതിരോധിക്കും. സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന ജനങ്ങൾ എവിടെയും പോരാടും. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ട്രംപ് അധികാരത്തിലേറ്റ ശേഷം യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധവും ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധവും ഒക്കെ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തീവ്രഗതിയിൽ മുന്നോട്ട് പോകുന്നു. റഷ്യയുടെ ആണവസേന സൈനിക മേധാവിയെ ഉക്രൈൻ വധിച്ചതോടുകൂടി വർദ്ധിത വീര്യത്തോടെ ഉക്രൈനെ തിരിച്ചടിക്കുകയാണ് റഷ്യ. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറൊക്കെ പാഴായി പോയി. മാത്രമല്ല, ഹമാസിനെ പെട്ടെന്ന് കീഴടക്കണമെന്ന് ഇസ്രായേലിന് നിർദ്ദേശം നൽകി ട്രംപ്. അത് ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ലെങ്കിലും ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുദിനം മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ട്രംപ് പല വിധത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇറാനെതിരെ എക്കാലവും ശക്തമായ നിലപാടെടുത്ത ഭരണാധികാരിയാണ് ട്രംപ്. മുമ്പ് ഇറാന്റെ സൈനിക മേധാവി സുലൈമാനിയെ ട്രംപ് വധിച്ചതും അതിന് ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ച് 18 അമേരിക്കൻ സൈനികരെ കൊന്നതും ഒക്കെ ട്രംപിന്റെ ഭരണകാലത്താണ്. രണ്ടാം വരവിനൊരുങ്ങുമ്പോൾ ട്രംപ് കൂടുതൽ തീവ്രവാദിയായി മാറുകയാണ്. തീവ്രവാദത്തിന്റെ അങ്ങേ തലത്തിലേക്ക് ട്രംപ് പോയിരിക്കുന്നു. അതാണ് കാനഡയെ തങ്ങളുടെ രാജ്യത്തോട് ചേർക്കണം എന്ന ട്രംപിന്റെ പരാമർശം വന്നിരിക്കുന്നത്. ട്രംപിൽ നിന്ന് ലോകം ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. ഒരുപാട് ലോകത്തിന് സമാധാനം നൽകാൻ ട്രംപിന് കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം അസ്ഥാനത്തായി. എക്കാലവും അമേരിക്കയുടെ സുഹൃത്തായി നിന്ന കാനഡയെയാണ് ഇപ്പോൾ ട്രംപ് നോട്ടമിട്ടിരിക്കുന്നത്. മാത്രമല്ല, ട്രംപിന്റെ ഭരണകാലത്ത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞിരുന്നു. ആ ബന്ധം പുനഃസ്ഥാപിച്ചത് പിന്നീട് ബൈഡൻ ഭരണകൂടമാണ്. ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ലോകം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സമാധാനമാണ്. പശ്ചിമേഷ്യയിലും റഷ്യയിലും ഉക്രൈനിലും ഒക്കെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി വരെ ട്രംപിനെ വാഴ്ത്തിയ മാധ്യമങ്ങളുണ്ട്. ആ ട്രംപാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാനഡയെ തങ്ങളുടെ കൂടെ ചേർക്കും. അമേരിക്കയുടെ 51ാം സംസ്ഥാനമായി മാറും കാനഡ.